എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISLൽ ഇന്ന് നടന്ന മത്സരം അതിനിർണായകമായ ഒരു മത്സരം തന്നെയായിരുന്നു. കാരണം പ്ലേ ഓഫിൻ്റെ 5 സ്ഥാനങ്ങളും ഇപ്പോൾ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒറ്റ സ്ഥാനത്തേക്ക് 6ാം സ്ഥാനത്തേക്ക് ആരെത്തുമെന്നറിയാനാണ് ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒഡീഷയും അതുപോലെ തന്നെ മുംബൈയുമായാണ് ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ മുംബൈ അവരുടെ അവസാന മത്സരം കളിച്ചിരുന്നു. ഒഡീഷ മുമ്പ് തന്നെ അവരുടെ എല്ലാ മത്സരങ്ങളും പൂർത്തിയാക്കിയതായിരുന്നു. എന്നാൽ ഇന്ന് മുംബൈ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഒഡീഷയ്ക്ക് 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് പ്ലേ ഓഫ് കളിക്കാമായിരുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരുവിനെതിരെ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ മുംബൈ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുംബൈ ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ഒഡീഷ പ്ലേ ഓഫ് കാണാതെ നിലവിൽ പുറത്തായിട്ടുമുണ്ട്. എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സുകൾക്കും ISL അപ്ഡേറ്റ്സുകൾക്കുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. ഏതായാലും ഇന്ന് നടന്ന നിർണായക മത്സരത്തിൽ മുംബൈ ഒരു തകർപ്പൻ വിജയമാണ് നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഇന്നത്തെ മത്സരത്തിൽ മുംബൈ ഇപ്പോൾ വിജയിച്ചു കയറിയിരിക്കുന്നത്. മുംബൈയുടെ ഇന്ത്യൻ താരമായ ലാലൻസ്വാല ചാങ്തയും അതുപോലെ തന്നെ അവരുടെ വിദേശ താരമായ നിക്കോളസ് കരോളിസ് എന്ന് പറയുന്ന അവരുടെ സൂപ്പർ താരവുമാണ് ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. ചാങ്തയാണ് ആദ്യം ഗോൾ സ്കോർ ചെയ്തത്. പിന്നീട് നിക്കോളസ് കരോളിസ് ആണ് രണ്ടാമത് പെനാൽറ്റിയിലൂടെ അവരുടെ ഗോൾ നേടി അവർക്ക് വിജയം പൂർത്തിയാക്കി കൊടുത്തതും. എന്നാൽ 2 ഗോളുകളും വന്നത് ആദ്യ പകുതിയിലാണെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ മുംബൈ ഇപ്പോൾ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. അതിന് കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനോട് പരാജയപ്പെട്ട മുംബൈ സിറ്റി അവസാന മത്സരത്തിൽ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെ ഇപ്പോൾ നിലവിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒഡീഷ ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുകൊണ്ട് ISL പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ട്. കൂടാതെ ഒഡീഷയുടെ മുഖ്യ പരിശീലകനായ സെർജിയോ ലൊവേറ പരിശീലിപ്പിച്ച ഒരു ടീം ആദ്യമായിട്ടാണ് പ്ലേ ഓഫ് കാണാതെ പുറത്തായത്. അദ്ദേഹം FC ഗോവയും അതുപോലെ തന്നെ മുംബൈ സിറ്റിയെയും അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടം ഒഡീഷയും പരിശീലിപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ മൊത്തം അദ്ദേഹത്തിന് ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന് പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. വളരെ നിരാശകരമായ ഒരു സീസൺ തന്നെയാണ് സെർജിയോ ലൊബേറയ്ക്ക് തന്നെ പറയേണ്ടി വരും. എന്തായാലും പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ തന്നെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത്. എന്തായാലും മോഹൻ ബഗാൻ ഇപ്പോൾ നിലവിലുള്ളത് 56 പോയിൻ്റാണ്. അതുപോലെ തന്നെ പിന്നീട് 2ാം സ്ഥാനത്ത് ഗോവയാണ് 48 പോയിൻറ്റ്. അതുപോലെ തന്നെ 3ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ഉണ്ട് 38 പോയിൻറ്റുമായി. 4ാം സ്ഥാനത്താണ് ബംഗളൂരു, അവർക്ക് 38 പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ 5ാം സ്ഥാനത്ത് ജംഷഡ്പൂരാണ്, അവർക്ക് 38 പോയിൻറ്റ്. അതുപോലെ തന്നെ 6ാം സ്ഥാനത്ത് ഇപ്പോൾ മുംബൈ കയറി വന്നിട്ടുണ്ട്, അവർക്കിപ്പോൾ നിലവിൽ 36 പോയിൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 7ാം സ്ഥാനത്ത് ഒഡീഷയുണ്ട്, അവർക്ക് 33 പോയിൻറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ 8ാം സ്ഥാനത്ത് പഞ്ചാബാണ്, അവർക്ക് 28 പോയിൻറ്റും. അതുപോലെ തന്നെ 9ാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് 28 പോയിൻറ്റുമായി. അതുപോലെ തന്നെ 10ാമത് ഈസ്റ്റ് ബംഗാളാണ് 28 പോയിൻറ്റുമായി. 11ാമത് ചെന്നൈ 27 പോയിൻറ്റുമായി. 12ാമത് ഹൈദരാബാദ് 17 പോയിൻറ്റുമായി. 13ാമത് മുഹമ്മദൻ സ്പോർട്ടിംഗ് 13 പോയിൻറ്റുമായി. ഇനി ISLൽ ഇനി ഒറ്റ മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. ആ മത്സരം നാളെയാണ് നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഹൈദരാബാദുമായിരിക്കും ISL 11ാം സീസണിലെ അവസാന മത്സരത്തിൽ ഏറ്റുമുട്ടുക. അത് കഴിഞ്ഞിട്ടായിരിക്കും പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തുടക്കമാകുക.